ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. എന്നത്തെയും പോലെ തന്നെ രാവിലെ മുതൽ ഉച്ചവരെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. ഉച്ചവരെ എന്ന് പറഞ്ഞാൽ ഇന്ന് സാധാരണമായിട്ട് ഉച്ചവരെയുള്ള വീഡിയോസും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പകുതി ഒക്കെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും ഒരു വഴിക്ക് പോവേണ്ട കാര്യമൊക്കെ വന്നതുകൊണ്ട് അത്രയും അങ്ങോട്ട് എടുത്തു, ബാക്കി അവിടെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഒരു മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മീൻ ബിരിയാണി എന്ന് പറഞ്ഞ റെസിപ്പി എന്ന് അങ്ങനെ പറയാൻ മാത്രമില്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം അതിൻ്റെത് ഞാൻ ഉണ്ടാക്കുന്നതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫസ്റ്റത്തെ പരിപാടി അറിയണത് എനിക്ക് തോന്നുന്നു വെച്ചുണ്ടാക്കാൻ അല്ല അടുപ്പിൻ്റെ അടുത്തേക്ക് പോണതിന് മുന്നേ ഞാൻ വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മക്കളെ മദ്രസ പറഞ്ഞയച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഒരു ഇരുത്തം ഉണ്ടല്ലോ, അപ്പോൾ ആ ഇരുത്തൊക്കെ കഴിഞ്ഞ് എണീച്ച് ഒന്ന് വേഗം ചുറ്റും മുറ്റൊന്ന് അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചു. വെയിലായാൽ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് അങ്ങോട്ട് പറ്റൂല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ വേഗം ഒന്ന് മുറ്റം അടിച്ചു വാരി. എനിക്ക് മുൻഭാഗത്ത് അങ്ങനെ അടിച്ചു വാരാൻ മാത്രമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബേക്ക് വശത്താണ് പിന്നെയും ഒന്ന് അടിച്ചു വരാനുണ്ടാവുക. എന്നാലും മുന്നിൽ ഒന്നങ്ങോട്ട് തോണ്ടി ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ചിലവരൊക്കെ പറയും നമ്മൾ ഈ മുറ്റത്ത് പുല്ല്, ഞാൻ അന്ന് ഇതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ നല്ലോണം എല്ലാ ഭാഗവും ചെത്തിക്കോരിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ. ഇപ്പം അതാ രണ്ടാമത് വീണ്ടും അതേപോലെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പെരുന്നാൾ അടുപ്പിച്ച് ഒന്നും കൂടെ ചെറുതായിട്ടൊരു പേച്ച് വർക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കിത് തന്നെയാണ് കേട്ടോ പണി. അതാ ഞാൻ പറഞ്ഞത്, ചിലവർ പറയും നമ്മൾ അടിച്ചു വാരിയാൽ മുറ്റത്ത് അധികം അങ്ങനെ പുല്ലൊന്നും വരൂല, അറിയാം, വെറുതെ ആണ് കേട്ടോ. ഞാനിതാ ഈ പുല്ലിൻ്റെ മേലെ കൂടെ ആണെങ്കിൽ വെറുതെങ്കിലും ഒന്ന് ചൂലെടുത്തിട്ടൊന്ന് നടന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എന്തായാലും മുറ്റം ഉള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ ഒന്ന് മുറ്റം അടിച്ചു വാരൽ എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വേഗം തീ കത്തിക്കാനുള്ള വിറകും എടുത്തിട്ടാണ് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കണേന്ന് വെച്ചാൽ ഞാൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഉച്ചക്ക് ചോറിനും രാത്രി ചോറിനൊക്കെയാണ് സാധാരണ ചോറ് ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി ഒരു പുഴയിൽ നിന്ന് അന്നൊക്കെ വരുമ്പോൾ വലിയ മീൻ കൊണ്ടുവന്നിട്ട് ഞാനത് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് മീൻ ബിരിയാണി ആക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ പറഞ്ഞ അന്നും അതിൻ്റെ പിറ്റേന്ന് നമുക്ക് എന്തോ പരിപാടി കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത് വെക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് പണിയുണ്ട്, കല്യാണം പരിപാടി ഉണ്ട്. അപ്പോൾ ഇക്ക ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇക്ക പോവുകയും ചെയ്യും. ഞമ്മക്കാണെന്നുണ്ടെങ്കിൽ രാത്രി നാളെ പുരയക്കൂടലുണ്ട്. അപ്പോൾ അതിന് ഇന്ന് രാത്രിയും അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മളെ വീടിൻ്റെ ഒരു വീട് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അപ്പം രാത്രിക്കേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി നാളെ ഉച്ചക്കൊക്കെ ഞമ്മക്കും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ രാവിലെ ചായയും കടിയും ആക്കണം, പിന്നെ ഉച്ചക്കത്തേക്ക് വീണ്ടും ചോറ് വെക്കണം. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് രാവിലത്തെ കടിക്കും ഉച്ചക്കത്തെ ചോറിനും ആ ഒരു മീൻ ബിരിയാണി അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ ഇക്ക പോണതിന് മുമ്പ് ഒരിക്കും കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കടിയും ചോറൊക്കെ ഒന്നാണ്. രാത്രി ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോണതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് വേറെ ഉച്ചക്കത്തേക്കായിട്ട് വേറെ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ മീൻ പെരക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ മുന്നേ പോയിട്ട് അതിലേക്ക് വേണ്ട തക്കാളി, ഉള്ളി, പച്ചമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതേപോലെയാണോ ഈ മീൻ ബിരിയാണി ഉണ്ടാക്കുക എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതും ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു എന്നുള്ളൂ. ചിലപ്പോൾ ഇതുപോലെ അയക്കൂല, ഇതിനെക്കാട്ടി നല്ലോണം ഉണ്ടാക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ഓരോരുത്തരും ഓരോരോ രീതിയിലേക്കും ഓരോ സാധനങ്ങളും വെച്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് കറക്റ്റ് എന്നൊന്നല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് കാണിക്കണമെന്ന് മാത്രം. എന്തായാലും ഇക്കാൻ്റെ ഉള്ളി പിന്നെ കട്ട് ചെയ്യണ കട്ടറൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചിലായിട്ടോ, വേഗം എളുപ്പത്തിൽ അങ്ങോട്ട് പണി കഴിയും. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാൻ്റെ കട്ടറിലിട്ടിട്ട് വേഗം അതൊന്ന് കട്ടിയില്ലാണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പം അതിൽ വന്ന് അരിഞ്ഞെടുത്തതാണ്.
പിന്നെ കുറച്ച് കൂടുതൽ മസാല ആക്കുന്നുണ്ട് കേട്ടോ. മീനൊക്കെ നമുക്ക് കറക്റ്റ് കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ മസാല ഞാൻ പിന്നെ ഇവിടെ എല്ലാവർക്കും ഈ മന്തിയാണെങ്കിലും അതുപോലെ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് കഷ്ണം നമ്മൾ ഇട്ട് കൊടുത്താലും കുറച്ച് മസാല ഇടുക അറിയേ. അപ്പോൾ പിന്നെ അത് കുറച്ച് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സംഭവമാണ് അത് കുറച്ചങ്ങോട്ട് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇതാട്ടെ ഞാൻ ഉള്ളിയും അരിഞ്ഞെടുത്ത് അതുപോലെ അതിലേക്കുള്ള തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് ചതച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ അതൊക്കെ ശരിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് മീൻ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതാ രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് അത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ ഈ അടുപ്പിൽ പറഞ്ഞാൽ തീ അധികം അങ്ങനെ അങ്ങോട്ട് കത്തൂല കേട്ടോ. മറ്റേതാണ് കുറച്ച് വലിയ അടുപ്പ്. അപ്പോൾ അതിൽ നല്ല മുള്ളുള്ള മീനുമാണ് കേട്ടോ. അപ്പം നല്ലോണം മുരിച്ച് അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു പേടിയാണ്. അപ്പം മുരിച്ച് വലിയ അടുപ്പിൽ വെച്ചാൽ എണ്ണ നല്ല ചൂടായി നല്ല പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഓരോ ട്രിപ്പും ഈ 2 ട്രിപ്പൊക്കെ ആയിട്ട് പൊരിച്ചെടുക്കുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതാ ഇപ്പുറത്തുനിന്ന് ഞാൻ എന്താണ് മസാല ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മീൻ പൊരിച്ച് കഴിയുമ്പോഴത്തേക്കും മസാല അങ്ങോട്ട് ആക്കിയാൽ പിന്നെ അതും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ചോറ് വെക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നേരെ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ഞാൻ ആ ചോപ്പറിൽ അരിഞ്ഞുകൊണ്ട് ഒറ്റ കട്ടില്ലാണ്ടാണ് കേട്ടോ ഉള്ളത്. നല്ല എളുപ്പത്തിൽ വാടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കട്ട പിടിച്ച പോലെ അങ്ങനെ ഉണ്ടായിന് കേട്ടോ. ഒന്ന് ഇതാക്കിയപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ സാധാരണ പോലെ ഞാൻ അരിയണ പോലെ അല്ല, നല്ലൊരു എന്താ പറയുക വേഗം വാടി കിട്ടി കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വെച്ച് ഒരിത്തിരി സമയം കൊണ്ട് തന്നെ വേഗം ഉള്ളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വാടിങ്ങോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പത്തിൽ ഇതാട്ടോ മീൻ പൊരിക്കാനിട്ടീനല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാണെങ്കിൽ മേത്ത് നല്ലോണം പൊട്ടി തെറിക്കുന്ന ഒരു സൈസ് മീനാണ് കേട്ടോ. ദൂരെ നിന്നിട്ട് ഇടലും ദൂരെ നിന്ന് എടുക്കലൊക്കെ നടക്കുള്ളൂ. മീൻ ഈ കഷ്ണ മീൻ പോലത്തെ വലിയ പിലോപ്പി മീൻ തന്നെയാണ്, അതിൻ്റെ വലുതാണ് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നേരാണ് കേട്ടോ ഈ ഒരു പുഴ മീനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഞാൻ പഠിച്ചത്. എനിക്കറിയില്ല കേട്ടോ. നമ്മളവിടെ ഈ സാധാ നമ്മളെ കടൽ മീനൊന്നും അല്ലാണ്ട് ഈ പുഴയൊന്നും അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഈ പുഴമീനും അതും ഇതൊന്നും അറിയില്ല. ഇവിടെ മഴക്കാലമായപ്പോൾ നമ്മളൊക്കെ ആദ്യം വന്നേരം ഇവർ പരൽ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു കൊടുത്തിട്ട് ആ ഒരു ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നേരെയാണ് കേട്ടോ അതൊക്കെ കണ്ടതും പഠിച്ചതും ഇതൊക്കെ. എന്തായാലും ഇവിടെ വന്നേരം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാതെയൊക്കെ. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തേതായ ചേരേനെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം നോക്കി കഴിക്കണം എന്ന് പറഞ്ഞ മാതിരി ഓരോരോ സ്ഥലത്തുനിന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു വന്നു എന്ന് പറയാം കേട്ടോ. എന്തായാലും മീൻ പൊരിക്കൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ മസാല ഇവിടെ സെറ്റാക്കുകയാണ്. അപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളക് ചതച്ചതൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബിരിയാണികളോട് വലിയ താല്പര്യമില്ല കേട്ടോ. ബിരിയാണിയും സത്യം പറഞ്ഞാൽ നമ്മൾ ബിരിയാണിയും കഴിച്ചും ബിരിയാണി കഴിച്ചും മടുത്തതും ഇവിടെ തന്നെയാണ്. ഇവരെല്ലാവരും ഫുഡ് വെക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ആ ഒരു പണിയും കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇക്കാക്ക് ഓർഡർ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളിത് കണ്ടും ഇതായി നമ്മൾ ആകെ മടുത്തു കേട്ടോ. ഇപ്പം പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എടുക്കൽ കുറച്ച് കുറവാണ് കേട്ടോ. നമുക്കിവിടെ സൗകര്യം ഒക്കെ അതിൻ്റേതായ രീതിയിൽ കുറവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകൽ കുറച്ചൊരു കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ബിരിയാണീനോടൊരു മടുപ്പായിട്ടുണ്ട് കേട്ടോ. എനിക്ക് മന്തിയാണ് എന്തായാലും എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഉള്ളിയും ഒക്കെ വാടി അതിലേക്കുള്ള ഇതൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒരു പച്ചച്ചോയും ഒക്കെ മാറിയതിൻ്റെ ശേഷം പിന്നെ തക്കാളി കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ നല്ലോണം വാടി വന്നതിൻ്റെ ശേഷം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം സാദാ മുളകും പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ബിരിയാണി മസാല, അതുപോലെ പിന്നെന്താണ് കുറച്ച് ഫിഷ് മസാല കേട്ടോ. കുറച്ച് അധികം ഫിഷ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഫിഷ് മസാലയും നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനങ്ങനെ മീൻ കറിയിലും സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി മല്ലിയൊക്കെ ഇടുക അല്ലാതെ ഫിഷ് മസാലയൊന്നും ഞാൻ ചേർക്കലില്ല കേട്ടോ. പിന്നെ ഇത് ഇന്ന് ഉണ്ടാക്കാനായിട്ട് മേടിച്ച് കൊണ്ടുവന്നതാണ് ചെറിയൊരു പാക്കറ്റ്. അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് വേണ്ട ഇതിലേക്കുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്തതാണ് നല്ലോണം വഴറ്റി അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പം കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ ആ മീൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ.
അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ എന്താണ് ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങേൻ്റെ നീരും ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. സുർക്കയൊന്നും അല്ല, സുർക്കാന്ന് എന്താണ് തൈരൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണീൻ്റെ മസാലയിൽ തൈരൊക്കെ ചേർക്കലുണ്ടല്ലോ. അപ്പോൾ ഞാൻ തൈരൊന്നും ചേർത്തിട്ടില്ല, അതില്ലേയും താനും. പിന്നെ അതുപോലെ മല്ലിച്ചപ്പ്, പുതിന അതൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് കുറേ സാധനങ്ങൾ കുറവുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മൾ മൊത്തത്തിലെല്ലാം പാടിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ല ഇതുപോലെ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതിനാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ഇനിയിപ്പം എല്ലാവരും അഭിപ്രായം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ചപ്പുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനുള്ളതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. ഒപ്പിച്ചതാണെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കേട്ടോ. എന്തായാലും കഴിക്കാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് മീൻ ബിരിയാണി. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ കേട്ടോ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ ഉടഞ്ഞ് മുടിഞ്ഞ് പൊടിഞ്ഞ് പോവാണ്ട് മെല്ലെ ഇളക്കി ഒന്ന് സെറ്റാക്കി എടുത്തു മൂടി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ മസാല അവിടെ റെഡി ആയിക്കണ്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത പരിപാടി, ചോറുണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തീയൊക്കെ കത്തിച്ചു, നമ്മൾ ചെമ്പൊക്കെ അടുപ്പത്ത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നാസിമോൻ ഇതിൻ്റെ പുറകുണ്ട് കേട്ടോ. കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇനി മക്കളൊക്കെ എണീച്ചൊന്നവർക്കും ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ചായം കടിയൊക്കെ ആയമ്പാട് ഞാൻ കുടിക്കണതാണല്ലോ. ഇന്നിപ്പം ചോറിൻ്റെ ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെതായൊരു സമയം പോവലുണ്ട്. പക്ഷെ ഒരു വേഗം പണി തീർന്ന പോലെ ഉണ്ട് ഇനി കേട്ടോ. എനിക്ക് ഉച്ചക്കും ഇനിയിപ്പോൾ ഉണ്ടാക്കണ്ടല്ലോ. ഇനിയിപ്പോൾ ബാക്കി നമ്മളെ അടിച്ചാറിൽ തുടക്കൽ അങ്ങനത്തെ പണികളൊക്കെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാട്ടോ തീയൊക്കെ നല്ലോണം കത്തിച്ച് ചൂടായി വന്നതാണ്. ഈ ചെമ്പിൻ്റെ മേലെ വേറൊരു ചെമ്പ്, ചട്ടീൻ്റെ മേലെ വേറെ ചെമ്പ് വെച്ച പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചട്ടീനെ കുറിച്ചിട്ട്. കുറേ ആൾക്കാർ അപ്പോൾ എന്നോട് എന്താ പറയുക ഈ ഒരു ചട്ടീൻ്റെ മാത്രം കാണിച്ചൊരു വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഉള്ളി, അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലം, പിന്നെ വലിയ ജീരകം ഒക്കെ കൂടെ അങ്ങോട്ട് ഇട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ആ ഒരു പാട്ടക്ക് ഒരു പാട്ട അരിയാണ് എടുക്കുന്നത്. അതിന് 1.5 പാട്ട വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളം നല്ലോണം ചൂടായി തിളച്ചങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതാട്ടോ വെള്ളം തിളച്ചേരെ അരിയും ഇട്ട് കൊടുത്തേണ്. ഇനിയിപ്പോൾ ഇതൊന്ന് പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് എന്താ പറയുക വെന്താൽ ദം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ ചോറും അങ്ങോട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതാട്ടോ തീയൊക്കെ ഒന്ന് നല്ലോണം ഉഷാറാക്കി കത്തിച്ച് നമ്മൾ ചോറും ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് ഞാൻ ദമ്മൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് വീഡിയോ എടുത്തില്ല, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നൊരു വൈക്ക് പോകേണ്ട വന്നതുകൊണ്ട് ബാക്കി ചടപടേന്നായി പോയിട്ടോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അതൊന്നും പിന്നെ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടില്ല. എന്തായാലും ഞാൻ പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറും മസാലയും ചോറും മാത്രമല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടെ അങ്ങോട്ട് അരക്കാൻ വിചാരിച്ച് നല്ലോണം മുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി അരച്ചു. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ ഇതാട്ടോ മേശമ്മ ഇവിടെ കൊടുന്ന് ചിക്കി മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ ചായ കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേഗം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ അടിച്ചുവാരി തുടക്കലൊക്കെ നിച്ചുമോളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഒക്കെ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വേഗത പാത്രം കഴുകുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാണ്ട്. എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും പണികളൊക്കെ തീർത്തിട്ട് പോയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ക്ലീനിങ്ങും അങ്ങനത്തെ പണികൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ കാര്യമായിട്ടൊരു പണിയും ഇല്ലേയും താനും കേട്ടോ. രാത്രിക്കേക്ക് ഉണ്ടാക്കിയൊന്നും വേണ്ട, രാത്രിയും പിന്നെ ഒക്കെ നമുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാ വേഗം പാത്രം കഴുകുകയാണ്. പിന്നെ തുടക്കൽ, തിരുമ്പൽ, കഴുകൽ, മോറൽ എല്ലാം പടേന്ന് അങ്ങോട്ട് തീർത്തിട്ടുണ്ടായിന് കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോയിൽ എടുത്തില്ല. നമുക്ക് തിരക്ക് പിടിച്ചതാക്കുമ്പോൾ ഈ ട്രൈപ്പാഡും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ഒന്നും നടക്കൂല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. എന്തായാലും പാത്രം അങ്ങോട്ട് ചടപടേന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ പുതുതായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ കാണുന്നവർ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.